നമസ്കാരം. ഉരുൾപൊട്ടൽ വൻ ദുരന്തത്തിനിടയാക്കിയ ചൂരൽമലയും മുണ്ടക്കയും പുത്തുമലയും ഉൾപ്പെടെ കേരളത്തിലെ 9,993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതിലോല മേഖലയായി ശുപാർശ ചെയ്ത് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കി. പശ്ചിമഘട്ടം കടന്നുപോകുന്ന കേരള, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള കരട് വിജ്ഞാപനമാണ് ജൂലൈ 39 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയത്. പാരിസ്ഥിതികമായി പ്രാധാന്യം നൽകേണ്ടതായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ജൈവ മേഖലയാണ് പരിസ്ഥിതിലോല പ്രദേശം അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങൾ എന്നു പറയപ്പെടുന്നത്. ഇതിൽ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ദേശീയ പാർക്കുകൾ ഇതെല്ലാം ഉൾപ്പെടും. ഇവിടങ്ങളിലെ ജൈവവൈവിധ്യങ്ങൾ, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്നിവയെല്ലാം കണക്കാക്കിയാണ് പരിസ്ഥിതിലോല പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും കേരളത്തിലെ 12 ജില്ലകളിൽ 131 ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട്. ജനങ്ങൾക്ക് 60 ദിവസത്തിനുള്ളിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇതുകൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ വിജ്ഞാപനം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ശുപാർശകൾ അനുസരിച്ച് 2014 പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5ാം വട്ടം വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉയർത്തിയതിനാലാണ് അന്തിമ വിജ്ഞാപനം വൈകുന്നത്. കേരളത്തിലെ 9,993.7 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതിലോല പ്രദേശത്തിൽ 9,107 ചതുരശ്ര കിലോമീറ്റർ 9,107 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര ഭൂമിയുമാണ്. ആലപ്പുഴയിലും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിലെ 131 ഗ്രാമങ്ങൾ പരിസ്ഥിതിലോലമാണ്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ വില്ലേജ് തലത്തിലുള്ള വിവരങ്ങൾ ലഭിക്കും. കേരളത്തിലെ 12 ജില്ലകളിലെ 131 ഗ്രാമങ്ങളിലാണ് പരിസ്ഥിതിലോല പ്രദേശങ്ങളുള്ളത്. വയനാട് ജില്ലയിലെ പെരിയ, തിരുനെല്ലി, തോണ്ടർനാട്, തൃശ്ശിലേരി, കിടങ്ങനാട്, നൂൽപ്പുഴ, ചൂരാനം, ചുണ്ടേൽ, കോട്ടപ്പടി, കുന്നത്തിടവക, പെഴുതന, തരിയോട്, വെള്ളരിമല എന്നീ ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട്. മണൽ ഖനനം ഉൾപ്പെടെയുള്ള എല്ലാ ഖനനങ്ങൾക്കും നിരോധനമുണ്ട്. നിലവിലുണ്ടായിരുന്ന ഖനനങ്ങൾക്ക് അന്തിമ വിജ്ഞാപനം ഇറക്കി. 5 വർഷത്തിനുള്ളിലോ ഖനന കരാർ കാലാവധി അവസാനിക്കുമ്പോഴോ ഇതിലേതാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് നിർത്തണം. താപവൈദ്യുത നിലയങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ അതോറിറ്റിയിൽ ചുവപ്പ് വിഭാഗത്തിൽപ്പെട്ട വ്യവസായങ്ങൾ അനുവദിക്കില്ല. ഓറഞ്ച് വിഭാഗത്തിലെ വ്യവസായങ്ങൾക്ക് നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാം. കെട്ടിട നിർമ്മാണം, ടൗൺഷിപ്പ് വികസനം തുടങ്ങിയവയ്ക്കും നിയന്ത്രണമുണ്ടാവും. 20,000 ചതുരശ്ര കിലോമീറ്ററിന് അതിനു മുകളിലോ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, 50 ഹെക്ടറോ അതിനു മുകളിലോ അല്ലെങ്കിൽ 1.5 ലക്ഷം ചതുരശ്ര മീറ്ററോ നിർമ്മാണ സ്ഥലമുള്ള ടൗൺഷിപ്പുകൾ എന്നിവ നിർമ്മിക്കാനാകില്ല. വീടുകളുടെ അറ്റകുറ്റപ്പണി വിപുലീകരിക്കൽ, നവീകരണം തുടങ്ങിയവയ്ക്ക് തടസ്സമില്ല. പരിസ്ഥിതി ആഘാത പഠനം അനുസരിച്ച് പുതിയ ജലവൈദ്യുതി പദ്ധതികൾ അനുവദിക്കുകയുള്ളൂ. വസ്തു വിൽക്കാൻ തടസ്സമില്ല. ഇടുക്കിയിൽ 51, പത്തനംതിട്ടയിൽ 7, കോട്ടയത്തും 4 ജില്ലകളിൽ പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിച്ചു. പരിസ്ഥിതിലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള 5ാം കരടിൽ ഇടുക്കിയിലെ 51 വില്ലേജുകളുമുണ്ട്. മുൻ കരട് വിജ്ഞാപനത്തിൽ 47 വില്ലേജുകളായിരുന്നു ESIയിൽ ഉൾപ്പെട്ടിരുന്നത്. പിന്നീട് വില്ലേജുകളുടെ വിഭജനമുണ്ടായി. അതിനാലാണ് പുതിയ കരടിൽ ESI വില്ലേജുകളുടെ എണ്ണം 51 ആയത്. കേരളത്തിലെ ആകെ ESI പട്ടികയിലുള്ളത് 131 വില്ലേജുകളാണ്. അതിൽ 51 ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ 23 വില്ലേജുകളെ ESIയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഈ കരടിലും പരിഗണിച്ചിട്ടില്ല. പരിസ്ഥിതിലോല മേഖലകൾ സംബന്ധിച്ച സംവാദങ്ങൾ ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ സമിതികളുടെ ശുപാർശകളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 121 വില്ലേജുകളിൽ വിദഗ്ധ സമിതി പഠനം നടത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് മാറ്റി ഇടതു സർക്കാർ 2018 PH കുര്യൻ സമിതിയെ നിയോഗിച്ച് പുതിയൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 32 വില്ലേജുകളെ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് നൽകിയത്. ഇതിൽ ലോല മേഖലയിൽ 1,307 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കുറവായിരുന്നു. 9,107 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിന്റെ വനവിസ്തൃതി. ജനവാസ മേഖലകൾ ഒഴിവാക്കിയുള്ള കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കപ്പെടണമെന്ന നിലയാണ് ഉണ്ടായിരുന്നത്.